നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗിനെതിരായ പരാമർശത്തിൽ മെയ് 23-ന് ശേഷം അമിത് ഷാ മാപ്പ് പറയേണ്ടി വരുമെന്ന് ഉമ്മൻചാണ്ടി. ഇടതുപക്ഷം കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും ഉമ്മൻചാണ്ടി. കയ്യിൽ ഒന്നുമില്ലാതെ കളിക്കോപ്പുമായി രാഹുൽ ഗാന്ധി കളിക്കാനിറങ്ങിയിരിക്കുകയാണെന്ന് മന്ത്രി എം മണി. കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് കാനം. പിണറായിയുടെ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ചുരുങ്ങുമെന്ന് BJP. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാകാൻ ഞങ്ങളും ഒരുങ്ങി. വയനാട് വിഷൻ വോട്ട് വണ്ടി പ്രതികരണങ്ങൾ ആരാഞ്ഞ് ജനങ്ങൾക്കിടയിൽ. പുൽപ്പള്ളിയെ പ്രകമ്പനം കൊള്ളിച്ച് കിസാൻ മാർച്ച്. കിസാൻ മാർച്ചിലും കർഷക പാർലമെന്റിലും ആയിരങ്ങൾ. ബത്തേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഹെറോയിൻ പിടികൂടി. പിടിച്ചത് 3 ലക്ഷത്തിന്റെ മയക്കുമരുന്ന്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തിരഞ്ഞെടുപ്പ് വാർത്തകൾ. മുസ്ലിം ലീഗിനെതിരായ പരാമർശത്തിൽ മെയ് 23-ന് ശേഷം അമിത് ഷാ മാപ്പ് പറയേണ്ടി വരുമെന്ന് ഉമ്മൻചാണ്ടി. എല്ലാ ജാതിയിൽപ്പെട്ടവരുണ്ട്, എല്ലാ വിശ്വാസങ്ങളിൽപ്പെട്ടവരുണ്ട്, അവരെല്ലാം ഒറ്റക്കെട്ടായി ഒന്നിച്ച് ജീവിക്കുകയാണ്. ഒരു ആദിവാസി കുട്ടിക്ക് ഇവിടെ സിവിൽ സർവീസ് പരീക്ഷയിൽ IAS ഒക്കെ ഇരിക്കുന്നു. എത്രയോ സന്തോഷകരമായ കാര്യം. അപ്പം അങ്ങനെയുള്ള ഒരു നാടിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയതിന് തെരഞ്ഞെടുപ്പിലൂടെ വയനാട്ടിലെ വോട്ടർമാർ പ്രതികാരം ചോദിക്കും. അമിത്ഷായ്ക്ക് മെയ് 23-ാം തീയതി ശേഷം മാപ്പ് പറയേണ്ടി വരും. കർഷകർക്കു വേണ്ടി LDF ഒന്നും ചെയ്തിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി. കർഷകർക്കെതിരായ നടപടികൾ സ്റ്റേ ചെയ്യാൻ പോലും ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ LDF എതിർക്കേണ്ട കാര്യമില്ലെന്നും സ്ഥാനാർത്ഥിത്വത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്താൽ മതിയെന്നും ഉമ്മൻചാണ്ടി കൽപ്പറ്റയിൽ പറഞ്ഞു. UDFന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കുറിച്ച് പറയാൻ ഇടതുപക്ഷത്തിന് എന്ത് അവകാശം? 3 കൊല്ലം അധികാരത്തിയിരുന്നു. 3 കൊല്ലം 1 രൂപ എഴുതി തള്ളിയിട്ടില്ല. കർഷകർക്കെതിരായിട്ടുള്ള ജപ്തി നടപടികൾ സ്റ്റേ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നിപ്പം ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം പിടിച്ച് നടക്കുക. എന്തിനാ 3 വർഷം ഉണ്ടായിരുന്നല്ലോ? എവിടെ പോയി ഇവരുടെ കർഷക പ്രേമം? കയ്യിൽ ഒന്നുമില്ലാതെ കളിക്കോപ്പ് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും കളിക്കുന്നതെന്ന് മന്ത്രി എം മണി. PP സുനീറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് വാളാട് ടൗണിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദിനേശ് ബാബു അധ്യക്ഷനായിരുന്നു. P ഗഗാറിൻ, AN പ്രഭാകരൻ, PV സഹദേവൻ, AP കുര്യാക്കോസ്, PT ബേബി എന്നിവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി നടത്തിയ റോഡ് ഷോയ്ക്ക് അനിഷ സുരേന്ദ്രൻ, ഷൈമ മുരളീധരൻ, NJ ഷജിത്, VJ ടോമി എന്നിവർ നേതൃത്വം നൽകി. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 3 കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞത്. വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ അധികാരത്തിൽ വന്നാൽ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം കൊണ്ടുവന്ന് ഇന്ത്യൻ പൗരന്മാരുടെ പേരിൽ 10 ലക്ഷം 15 ലക്ഷം വീതം നിക്ഷേപിക്കും. 2, ഞാൻ അധികാരത്തിൽ വന്നാൽ വർഷത്തിൽ 2 കോടി തൊഴിലവസരം സൃഷ്ടിച്ച് 5 വർഷം കൊണ്ട് 10 കോടി തൊഴിലവസരം സൃഷ്ടിച്ച് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകും. 3, ഞാൻ അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ കൃഷിക്കാരുടെ ആത്മഹത്യ തടയാൻ കാർഷിക ഉൽപ്പന്നത്തിന് ഉൽപാദന ചെലവിന്റെ 1.5 മടങ്ങ് വില നൽകി, അഥവാ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി ഇന്ത്യൻ കൃഷിക്കാർക്ക് ആശ്വാസം പകരും എന്നാണ്. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷ സർക്കാരുകൾക്ക് കഴിയൂവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പുൽപ്പള്ളിയിൽ കിസാൻ റാലിയോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് കാർഷിക പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. TJ ചാക്കോച്ചൻ അധ്യക്ഷനായിരുന്നു. സത്യൻ മൊഗേരി, അജീഷ്, MS സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു.
സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും എന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്. 5 വർഷം പിന്നിട്ടു. 5 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിലെ ഇന്ത്യയിലെ കൃഷിക്കാരുടെ മുന്നിൽ വാഗ്ദാന ലംഘനം നടത്തിയ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് വീണ്ടും അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നത്. ഏറെ രസകരമായ ഒരു കാര്യം, ഇപ്പോ പാർലമെന്റിൽ ധനസഹമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 5 വർഷം നടപ്പിലാകാതിരുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിണറായിയുടെ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ചുരുങ്ങി കൈവിരലിലെണ്ണാവുന്ന അംഗങ്ങളുടെ പാർട്ടിയായി മാറിയെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ PM വേലായുധൻ. മാനന്തവാടിയിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരെങ്കിലും എഴുതിക്കൊടുത്ത 3 ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി മോദിയോട് ചോദിക്കാൻ വരുന്നത്. പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ കാര്യകാരണ സഹിതം തെളിയിക്കാൻ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേട്ട് പിറകെ പോയാൽ പെരുവഴിയിലാവും, മോദിക്ക് പകരം വെക്കാൻ ആരുമില്ലെന്നും വേലായുധൻ പറഞ്ഞു. മാനന്തവാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് കണ്ണൻ കണിയാരം അധ്യക്ഷനായിരുന്നു. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, PC മോഹനൻ, BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. പല ചാനൽ ചർച്ചയിലും പോകുമ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ അവരെ ഒരൊറ്റ ചോദ്യം ചോദിച്ച് ആ ചോദ്യത്തിന് 9 ചോദ്യമാക്കി നമുക്ക് ഉത്തരം പറയാൻ കിട്ടില്ല. നമ്മളെ വട്ടം കറക്കും, നിജസ്ഥിതി പറയില്ല. എന്തുകൊണ്ട് മോഡി വീണ്ടും പറയണം? നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ ഖജനാവിന്റെ നീക്കിയിരിപ്പ് 4.4% നമ്മുടെ സമ്പദ് വ്യവസ്ഥ. ഈ കാട്ടുകള്ളന്മാരെ രാജ്യം മുഴുവൻ കട്ട് മുടിച്ച് കൊള്ളയടിച്ചു. ഉടുതുണിക്കും മറുതുണിയില്ലാത്ത പട്ടിണി പാവങ്ങൾ ഇവിടെ പെരുകി. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട് വീണ്ടും മാവോയിസ്റ്റ് ലഘുലേഖ. തോട്ടം തൊഴിലാളികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി കൽപ്പറ്റ പ്രസ് ക്ലബ്ബിലാണ് ലഘുലേഖ എത്തിയത്. ഇത് 2ാം തവണയാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണാഹ്വാനമായി പ്രസ് ക്ലബ്ബിൽ തപാൽ വഴി മാവോയിസ്റ്റ് ലഘുലേഖ എത്തുന്നത്. CPI മാവോയിസ്റ്റ് നാടുകാണി ഏരിയ സമിതിയുടെ പേരിലാണ് ലഘുലേഖ. കൂലി അടിമത്തത്തിൽ നിന്ന് മോചിതരാവാനും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖ സായുധ സമരത്തിനു വേണ്ടി നിലകൊള്ളാൻ തോട്ടം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ജനതയെ ഒന്നായി കാണാൻ UPA മുന്നണിയെ അധികാരത്തിലേറ്റണമെന്ന് മുൻ കേന്ദ്രമന്ത്രി KV തങ്കബാലു. ജാതിയും മതവും നോക്കി മനുഷ്യരെ വേർതിരിക്കുകയും വിവേചനം കാട്ടുകയും ചെയ്യുന്ന BJPയെ പരാജയപ്പെടുത്താൻ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മാനന്തവാടി പിലാക്കാവിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. அன்புக்கும் போட்டுதலுக்கும் உரிய தலைவர் காங்கிரஸ் தலைவர் ராகுல் காந்தியுடைய இந்த வயநாடு தொகுதி வேட்பாளர் போட்டியிடும் நேரத்தில் அவரை ஆதரிக்கிற இந்த நிகழ்ச்சியிலே அவரை நாம் வரவேற்கிறோம், வாழ்த்துகிறோம். தலைவர் ராகுல் காந்தி அவர்கள் உன்னதமான ஒரு இளைஞர், நல்ல தலைவர், பண்புமிக்கவர், இந்தியாவுடைய பண்பாட்டையும் கலாச்சாரத்தையும் காத்து இருக்கிற உன்னதமான காவலர். அந்த அன்பு தலைவருக்கு ஆதரவாக இந்த மக்கள் இருக்க வேண்டும் என்று உங்களை வாக்கு கேட்டு வந்திருக்கிறோம். இந்த தொகுதியிலே நீங்கள் வாக்களிப்பதன் மூலம் മാനന്തവാടി നഗരസഭ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PVS മൂസ അധ്യക്ഷനായിരുന്നു. മുൻമന്ത്രി അനൂപ് ജേക്കബ് MLA നയിക്കുന്ന വാഹന പ്രചരണ യാത്ര മാനന്തവാടി നഗരസഭയിലെ കണിയാരം, ഒഴുക്കോടി, എരുമത്തെരുവ്, കല്ലിയോടുകുന്ന് ബസ് സ്റ്റാൻഡ്, ഒണ്ടേങ്ങാടി, വള്ളിയൂർക്കാവ്, കൊയിലേരി എന്നീ സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പയ്യമ്പള്ളിയിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ UDF നേതാക്കളായ PK ജയലക്ഷ്മി, ലാലി വിൻസെന്റ്, PK അസ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വോട്ടുവണ്ടിയുടെ പര്യടന വഴികൾ സ്പെഷ്യൽ സെഗ്മെന്റ്. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ അണിചേരാൻ വയനാട് വിഷൻ ഒരുങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടികളുടെ ഭാഗമായി വയനാട് വിഷൻ വോട്ടുവണ്ടി പ്രയാണം തുടങ്ങി.
വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ ആരാഞ്ഞ് നടത്തുന്ന വോട്ടുവണ്ടി ഇന്ന് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പാടിച്ചിറ, പെരിക്കല്ലൂർ, സുരഭിക്കവല തുടങ്ങിയ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. വരൾച്ചയും കുടിവെള്ളക്ഷാമവും സാമ്പത്തിക തകർച്ചയും പ്രതിസന്ധിയിലാക്കിയ കുടിയേറ്റ മേഖലയിലെ പര്യടനം തുടരുകയാണ്. അതാത് പ്രദേശങ്ങളിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടത്തുന്ന വോട്ടുവണ്ടി പര്യടനത്തിന് വയനാട് വിഷൻ ഡയറക്ടർ കാസിം റിപ്പൺ, റാഷിദ് മുഹമ്മദ്, ക്യാമറ വിഷ്ണു എന്നിവർ നേതൃത്വം നൽകുന്നു. അഭിപ്രായങ്ങൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ചേട്ടനെ പരിചയപ്പെടുന്ന ചേട്ടൻ പേരെന്താ? എൻ്റെ പേര് അഗസ്റ്റിൻ. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ മേഖലയൊക്കെ തീർച്ചയായും അടിസ്ഥാനപരമായ ഒരുപാട് സൗകര്യങ്ങളിലും വികസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്നത് ഏറ്റവും വലിയ ഇന്ന് വരെ കേരളം കാണാത്ത ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന്. കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ മത്സരിക്കുന്നത്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആരും പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിച്ചിട്ടില്ല, നിങ്ങൾക്കറിയാമായിരിക്കും. അതുകൊണ്ട് ഞങ്ങളൊക്കെ പുള്ളിയുടെ പുറകെയാണ്. അത് പുള്ളിയുടെ പുറകെ എന്ന് പറഞ്ഞാൽ പുള്ളി ഞങ്ങളുടെ ഒരു ഒത്ത രാഷ്ട്രത്തെ നോക്കാൻ പറ്റിയൊരു പാർട്ടിയാണ് ഇയാൾ. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം 5 കൊല്ലം പറ്റിയിട്ട് നമുക്ക് ഇവിടെ GSTയും പിന്നെ നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് നമുക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. അതുകൊണ്ട് സത്യമായിട്ടും ഞങ്ങളൊക്കെ മാത്രമല്ല, നമ്മുടെ പിന്നിലുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ എല്ലാവരും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് രാഷ്ട്രീയം ഇല്ലാതെ വോട്ട് ചെയ്യും രാഹുൽ ഗാന്ധിക്ക്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ LDF, CPM എന്ന് പറഞ്ഞാൽ ഞങ്ങൾ PP സുനിയെ ജയിപ്പിക്കാനുള്ള, അല്ലാണ്ട് ഇവരുടെ ഈ കള്ള വാഗ്ദാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കപ്പെടുന്ന വിഷയങ്ങളോട് ഇവർ എങ്ങനെ പ്രതികരിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇവിടെ കോൺഗ്രസ് ജയിക്കും, നല്ല രീതിയിൽ ജയിച്ചു വരുന്നതാണ് എൻ്റെ വിശ്വാസം. ചേട്ടാ, ഇന്നുകൊണ്ട് വരും. എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ കാണുന്നു? വോട്ടറല്ലേ? അപ്പൊ ഒരു അഭിപ്രായം ഉണ്ടാവില്ല, എങ്ങനെ കാണുന്നു? തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടക്കട്ടെ. ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന് നല്ല സ്ഥാനാർത്ഥികൾ ജയിച്ചു വരട്ടെ. നാടിന് ഗുണമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അധികാരത്തിൽ വരണം. പിന്നെ ഈ ഒരു പുൽപ്പള്ളി ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ചർച്ചയാവുന്ന കാർഷിക മേഖലയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു തകർച്ചയിലും കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ പങ്കുവയ്ക്കാൻ പറ്റും രാഷ്ട്രീയ പാർട്ടികൾക്ക്? ഇതിന്റെ തകർച്ചയിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടി അതിന്റെ നേതാക്കൾക്ക് കാണാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. നമുക്ക് ഇതിന്റെ ജനാധിപത്യ ഭരണത്തിലുള്ള ആളുകൾക്കാണെങ്കിൽ ഫണ്ട് അത് കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുക. അപ്പം അതിനുള്ളൊരു നടപടി ഉണ്ടാക്കാൻ പറ്റിയ ആളുകൾ അധികാരത്തിൽ വന്നിട്ട് നാട്ടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ. കാർഷിക മേഖല മൊത്തം തകർന്നു നിൽക്കുകയാണ്. അതുപോലെ വരൾച്ച കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അവസ്ഥയിലെല്ലാം നമുക്ക് ആശ്രയിക്കാൻ കഴിയുക ഇതുപോലുള്ള ജനപ്രതിനിധികളെ തന്നെയാണ്. അത് കേന്ദ്രത്തിൽ നിന്നായാലും സംസ്ഥാന തലത്തിലുള്ളവരായാലും അതിൽ നിന്നുള്ള നല്ല നടപടികൾ ഉണ്ടാവട്ടെ. പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഈ നാട്ടിൽ ഉപകാരപ്പെടുന്ന ആളുകളല്ല, അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആവശ്യം. കാരണം ഞങ്ങളിപ്പോൾ കൃഷിമേഖല തകർന്നുകൊണ്ട് ഞങ്ങളെ സാമ്പത്തിക മേഖല മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. അപ്പൊ അതിന് എന്താ വെച്ചാൽ അതിനൊരു പോംവഴി കാണാൻ പറ്റുന്ന ഒരു സർക്കാർ നമുക്ക് വരണം. അതിനുവേണ്ടി വരുന്ന ഒരാളെ ഞങ്ങൾ എല്ലാവരും കൂടി തെരഞ്ഞെടുക്കും. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റിൽ വൻ കർഷക പ്രാതിനിധ്യം. ഉദാരവൽക്കരണ വിരുദ്ധ ബദൽ നയം ശക്തിപ്പെടുത്താനും ദേശീയ കർഷക പ്രക്ഷോഭം ശക്തിപ്പെടുത്താനും കർഷക പാർലമെന്റ് പ്രമേയം. കേന്ദ്രത്തിൽ ഭരണം കൈയാളിയ BJP കോൺഗ്രസ് സർക്കാരുടെ നയങ്ങളാണ് ഇതിന് കാരണമെന്നും പ്രമേയം. കിസാൻ സഭ അഖിലേന്ത്യാ ട്രഷറർ P. കൃഷ്ണപ്രസാദാണ് കർഷക പാർലമെന്റിൽ 5 പേജോളം വരുന്ന പ്രമേയം അവതരിപ്പിച്ചത്. കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് ധാവ്ലെ കർഷക പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്നുച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് പുൽപ്പള്ളിയിലെ വിജയ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ കർഷക പാർലമെന്റ് നടന്നത്. 100 കണക്കിന് കർഷക പ്രതിനിധികളാണ് പാർലമെന്റിൽ പങ്കെടുത്തത്. കാപ്പിയും കുരുമുളകും റബ്ബറും ഉൾപ്പെടെ അന്താരാഷ്ട്രീയ വിപണിയെ ആശ്രയിക്കുന്ന നാണ്യവിളകൾ നികുതി വെട്ടിച്ച് ഇറക്കുമതി ചെയ്യാൻ കോർപ്പറേറ്റ് കമ്പനികളെ അനുവദിക്കുന്ന ഉദാരവൽക്കരണ നയങ്ങൾ കോൺഗ്രസും BJPയും നേതൃത്വം നൽകിയ വിവിധ കേന്ദ്ര സർക്കാരുകൾ നടപ്പാക്കിയതാണ് കാർഷിക വിളകൾ കടുത്ത വിലത്തകർച്ച നേരിട്ടതിന് കാരണമെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. ഇന്നും കർഷകർക്ക് ലഭിക്കുന്നത് 20 വർഷം മുൻപുള്ള വിലയാണ്. നിലവിലെ കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ 5 വർഷമായിട്ടും പാലിച്ചിട്ടില്ല. കർഷകദ്രോഹ നടപടികളെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസ് തയ്യാറായതെന്നും പ്രമേയത്തിൽ പറയുന്നു. ഈ നയങ്ങൾക്കെതിരെ അതിശക്തമായ കർഷക പ്രക്ഷോഭമാണ് രാജ്യത്താകെ ഉയർന്നുവരുന്നത്. ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വൻകിട കമ്പനികളുടെയും അവയുടെ ഇടത്തട്ടുകാരുടെയും ചൂഷണമില്ലാതെ എല്ലാ വിളകൾക്കും ആദായവില ഉറപ്പുവരുത്താൻ കഴിയുന്ന സഹകരണ കൃഷി മാതൃക വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രമേയം ചൂണ്ടിക്കാണിച്ചു. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് ധാവ്ലെ രാജ്യത്ത് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഭരണത്തിൽ കോൺഗ്രസിനും BJPക്കും ഒരേ നയങ്ങളാണ്.
ഇന്ത്യയിലെയും കേരളത്തിലെയും കർഷകർ ദുരിതത്തിലാണ്. വിലത്തകർച്ചയും വിളത്തകർച്ചയും ഇല്ലാതാക്കിയ കർഷകരുടെ ദുരിതം വളരെ വലുതാണ്. കർഷക വിരുദ്ധമായ നയങ്ങൾ നടപ്പിലാക്കുകയും രാഷ്ട്രീയം പറയാതെ മൗനം നടിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. But even the UDF and the Congress supported the BJP RSS all over Kerala to try and put back the clock of gender justice, to try and put back the clock of secularism. Both of them joined together, and it was the LDF. It was all the other democratic and secular forces in Kerala which stood firm behind the Supreme Court judgment. RSSനും BJPക്കും എതിരാണെന്ന് പറയുന്ന കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ ഇടതുപക്ഷത്തിനെതിരെയാണ് മത്സരിക്കുന്നത്. ഇത് രാഷ്ട്രീയ കപടതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ PS ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ P സായിനാഥ്, വിജു കൃഷ്ണൻ, സത്യൻ മുഖേരി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, പുൽപ്പള്ളി. പുൽപ്പള്ളി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് കിസാൻ മാർച്ച്. കർഷകരും കർഷക പ്രതിനിധികളുമടക്കം ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരന്നത്. പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കർഷക പാർലമെന്റിന് ശേഷം വൈകിട്ട് 5 മണിയോടെയാണ് കിസാൻ മാർച്ച് ആരംഭിച്ചത്. മുന്നിൽ കറ്റയേന്തിയ പെൺകുട്ടിയും കൈക്കോട്ടേന്തിയ കുട്ടി കർഷകനും. ഇതിൽ പിന്നിലായാണ് മാർച്ചിൽ പങ്കെടുത്തവർ അണിനിരുന്നത്. ആദ്യം പുൽപ്പള്ളി താഴേങ്ങാടിയിലേക്കായിരുന്നു മാർച്ച്. അവിടെ നിന്ന് തിരിച്ച അനശ്വര ജംഗ്ഷനിൽ എത്തി. തുടർന്ന് സ്വതന്ത്ര മൈതാനിയിലെത്തി മാർച്ച് സമാപിച്ചു. ചെണ്ടമേളവും നാസിക് ഡോലിന്റെയും അകമ്പടിയും മാർച്ചിന് കൊഴുപ്പേകി. കിസാൻ സഭയുടെ നേതാക്കളെ തുറന്ന ജീപ്പിൽ മാർച്ചിനോടൊപ്പം സ്വതന്ത്ര മൈതാനിയിലേക്ക് ആനയിച്ചു. വയനാട് വിഷൻ, പുൽപ്പള്ളി. അപകടനിലയിൽ ബത്തേരി ടൗണിൽ കച്ചവട സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളും ACP ഷീറ്റുകൾ ഉപയോഗിച്ച് തീർത്ത ഷോ വാളുകളും നീക്കം ചെയ്യാൻ ഉടമകൾക്ക് നോട്ടീസ് നൽകുമെന്ന് ബത്തേരി നഗരസഭാ ചെയർമാൻ TL സാബു. കഴിഞ്ഞ ദിവസം ബത്തേരി മാനിക്കുനിയിലെ സെഞ്ചുറി ഫാഷൻ സിറ്റിയിലെ ACP ഷീറ്റ് ഉപയോഗിച്ച് തീർത്ത 120 അടി നീളവും 20 അടി വീതിയിലുമുള്ള വലിയ ഷോ വാൾ തകർന്നു വീണിരുന്നു. ഇതേ തുടർന്ന് നിരവധി വാഹനങ്ങളും തകർന്നു. നിർമ്മാണ സമയത്ത് നഗരസഭയിൽ നൽകിയ പ്ലാനിന് വിരുദ്ധമായാണ് ഷോ വാൾ തീർത്തിരിക്കുന്നതെന്ന് ഇവർക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചതായും ചെയർമാൻ പറഞ്ഞു. ഷോപ്പിങ്ങിനോട് ചേർന്നിട്ടുള്ള വലിയ ഷോ വാളുകൾ ഒക്കെ എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ ഇന്ന് തന്നെ നോട്ടീസുകൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കാറ്റിലും മഴയിലും നമുക്കറിയാം ബത്തേരി ടൗണിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റൈൽസ് ഷോറൂമിൻ്റെ ഷോവാള് ACP എല്ലാം ഇടിഞ്ഞു വീണ് വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഉണ്ടാകുന്നത്. നിരവധി വാഹനങ്ങൾ തകരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആ ബിൽഡിംഗ് ഉടമയ്ക്ക് നോട്ടീസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് അനധികൃതമായ പരസ്യ ബോർഡുകൾ, അപായ ഭീഷണി ഉയർത്തുന്ന പരസ്യ ബോർഡുകൾ എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടി നഗരസഭ സ്വീകരിക്കും. ഏപ്രിൽ 9 വൈകുന്നേരം കാറ്റിലും മഴയിലും കൂറ്റൻ മരം പൊട്ടി വീണ് വീട് തകർന്നു. മേപ്പാടി വിത്തുകാട്ടിലെ ആദിവാസി കുടുംബം തലചായ്ക്കാൻ ഇടമില്ലാതെ അലയുന്നു. വിത്തുകാട് അയനിക്കണ്ടി മനോജ് സീത ദമ്പതികളുടെ വീടാണ് തകർന്നത്. സംഭവം നടന്ന് 4 ദിവസമായിട്ടും സ്ഥലത്ത് ഒന്ന് പോയി നോക്കാനോ ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറാകാത്ത കോട്ടപ്പടി വില്ലേജ് അധികൃതരുടെ നിഷേധാത്മക നിലപാടിൽ നാട്ടുകാർക്ക് പ്രതിഷേധം. വീട് തകർന്ന വാർത്ത ഏപ്രിൽ 10 വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. 11 വർഷമായി വിത്തുകാട് വീട് വെച്ച് താമസിച്ചു വന്നിരുന്ന മനോജ് സീത ദമ്പതികളാണിന്ന് വീട് തകർന്നു പോയത് മൂലം തലചായ്ക്കാൻ ഇടമില്ലാതെ അലയുന്നത്. 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് ഇവർക്ക്. ഒരു പ്രകൃതി ദുരന്തമാണുണ്ടായത്. സംഭവം നടന്ന് 4 ദിവസമായിട്ടും അപേക്ഷ നൽകിയിട്ടും 1 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഇവരുടെ വീട് സന്ദർശിക്കാൻ സമയം കണ്ടെത്താത്ത കോട്ടപ്പടി വില്ലേജ് അധികാരികളുടെ നിലപാട് സമീപവാസികളിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസ് കൂടിയാണ് വില്ലേജ് ഓഫീസുകൾ. മരം വീണ് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇവരുടെ നിലപാട് ഇതുതന്നെയായിരിക്കുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഷെഡിൻ്റെ മുകളിൽ മരം വീണിട്ട് ഇന്നത്തേക്ക് 4 ദിവസമായി. ഇതൊരു 8 അടി വണ്ണത്തിലും അതേസമയത്ത് 60 അടി നീളത്തിലുള്ള വൻ മരമാണ് വീണത്. അത് ഇത്രയും ദിവസം പോലുമായിട്ടും വില്ലേജിൽ നിന്നോ അതേപോലെ തന്നെ മേപ്പാടി
പഞ്ചായത്തു നിന്നോ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നോ ആരും തന്നെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല. ഇവർക്ക് എത്രയും പെട്ടെന്ന് ആ മരം ഒന്ന് മുറിച്ചു കൊടുത്ത് ആ ഒരു വീണ്ടും തന്നെ കൂര പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. മനോജിൻ്റെ ഭാര്യ സീതയും കുഞ്ഞും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആദിവാസി കുടുംബത്തോട് ഇത്ര വലിയ അവഗണന കാണിക്കുന്ന അധികൃതരുടെ പൊതുസമൂഹത്തോടുള്ള മനോഭാവം എന്തായിരിക്കുമെന്നും നാട്ടുകാർ ചോദിക്കുന്നു. വിത്തുകാട് ഭൂമിക്ക് കൈവശരേഖയോ പട്ടയമോ ഇല്ല. നിക്ഷിപ്ത വനഭൂമി എന്നാണ് രേഖ. ആ നിലയ്ക്ക് മരത്തിൻ്റെ ഉടമസ്ഥാവകാശം വനംവകുപ്പിനാണ്. വീണ മരം വീടിന് മേൽ കിടക്കുകയാണ് ഇപ്പോഴും. മരം മുറിച്ചു മാറ്റിക്കൊടുക്കേണ്ടത് വനംവകുപ്പിൻ്റെ ചുമതലയാണ്. അനുമതിയില്ലാതെ മരം മുറിച്ചു മാറ്റാൻ മനോജിനാവില്ല. കൂലിപ്പണിക്കാരനായ തനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്നും മനോജ് പറയുന്നു. ഇത് മരം വീണിട്ടിപ്പോൾ 4 ദിവസമായിട്ട് യാതൊരു നടപടി ആരും തന്നെ ഇതിന് വേണ്ടവർ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. ഈ ചെറിയ കുഞ്ഞിനും വെച്ച് ഞങ്ങൾ ഏതൊക്കെ വീട്ടിൽ പോയി നിൽക്കേണ്ടതെന്ന് അറിയില്ല. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മഴയും കാര്യങ്ങളൊക്കെയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വില്ലേജിൽ കൊണ്ട് അപേക്ഷ കൊടുത്തു, പഞ്ചായത്ത് കൊടുത്ത്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസ് കൊടുത്തു. പക്ഷെ ഇതിനാരും തന്നെ വേണ്ടപ്പെട്ട പോലെ വന്ന കാര്യങ്ങൾ ചെയ്തു തരികയോ സഹായിക്കുകയോ ചെയ്യുന്നില്ല. ഇലക്ഷൻ്റെ തിരക്കെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണുള്ളത്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ ആദിവാസി കുടുംബം. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ തീപിടുത്തത്തിൽ നശിച്ചതോടെ പ്രതിസന്ധിയുടെ അഗ്നിവലയത്തിലായിരിക്കുകയാണ് അമ്പലവയൽ 1000 കൊല്ലി KP ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ബത്തേരി സ്വദേശിയായ ചേനക്കൽ സിദ്ദീഖും കുടുംബവും. കഴിഞ്ഞ രാത്രി 8 മണിയോടെയാണ് ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ തീപിടുത്തമുണ്ടായത്. ഈ സമയം സിദ്ദീഖും കുടുംബവും വീടിന് പുറത്തായിരുന്നു. മുറിയിൽ നിന്നും അസ്വാഭാവികമായ രീതിയിൽ പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് വിവരം സിദ്ദീഖിനെ അറിയിച്ചത്. ഓടിപ്പാഞ്ഞെത്തിയപ്പോഴേക്കും തീ ക്വാർട്ടേഴ്സിനകത്ത് ആളിപ്പടരുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. അപ്പോഴേക്കും ആകെയുള്ള കട്ടിലും കുട്ടികളുടെ പുസ്തകങ്ങളും വീട്ടുപകരണങ്ങളും അരിയും മറ്റ് സാധനങ്ങളുമെല്ലാം അഗ്നി വിഴുങ്ങി. ഒന്ന് മാറിയുടുക്കാനുള്ള തുണി പോലും അവശേഷിച്ചിട്ടില്ല. വേനൽ മഴയ്ക്കിടെയുണ്ടായ ഇടിമിന്നലിന് ശേഷമാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. തീപിടുത്തമുണ്ടായ വിവരം വില്ലേജ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നതെല്ലാം തീയെടുത്തതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നീറി പുകയുകയാണ് സിദ്ദീഖും കുടുംബവും. ഇവർക്ക് വേണ്ട സഹായം ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. ഇന്നലെ ഒരു 8 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ആ 8 മണിക്ക് ഉണ്ടായിരുന്നുള്ള വലിയൊരു ഇടിമിന്നൽ വന്നതോടെയാണ് ഇത് മൊത്തം കത്തിപ്പോയിട്ടുണ്ടായിരുന്നത്. ഒരു സാധാരണ കുടുംബമാണ്, ഒന്നുമില്ല, എല്ലാം കിടക്കയും കട്ടിലും എടുക്കുന്ന ഡ്രസ്സ് അടക്കം എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. അതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. സാധാരണക്കാരാണ്, കൂലിപ്പണി ചെയ്തിരിക്കുന്ന ഒരാളാണ്. മൊത്തം കരണ്ടും എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. വയനാട് വിഷൻ, അമ്പലവയൽ. മതങ്ങളുടെ സൗഹാർദ്ദം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വർത്തമാനകാലത്ത് മരങ്ങളുടെ സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മേപ്പാടി ചുളുക്ക പാലത്തിന് സമീപം പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആൽമരം ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. 5 മരങ്ങൾ ചേർന്ന ഒരു കൂട്ടായ്മയാണിത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും വിവരം കേട്ടറിഞ്ഞ് വിദൂരത്ത് നിന്ന് വരുന്ന സഞ്ചാരികൾ ഇവിടെ വാഹനങ്ങൾ നിർത്തി മരത്തിന്റെ ഫോട്ടോകളെടുത്ത് പോകുന്നത് പതിവായിട്ടുണ്ട്. ചുളുക്കപ്പുഴയുടെ തീരത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു നൂറ്റാണ്ടിലേറെ പ്രായമുള്ള ആൽമരമാണിപ്പോൾ കൗതുക കാഴ്ചയായിരിക്കുന്നത്. അതിന്മേൽ തന്നെ വീട്ടി, എടല, കോളി എന്നിവയും വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. ഇവരെയെല്ലാം ആശ്രയിച്ച് കഴിയുന്ന കുഴിമടിയനായ ഇത്തിൽക്കണ്ണിയും കൂടി ചേർന്നാൽ 5 മരങ്ങളായി. 5 മരങ്ങൾ ചേർന്ന കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വ്യത്യസ്ത ജനുസുകളിൽപ്പെട്ടവരെങ്കിലും സൗഹൃദത്തോടെയാണ് ഇവരെല്ലാം കഴിയുന്നത്. ഒരു മരം അവിടെ വർഷങ്ങളായി പടർന്നു പന്തലിച്ച് നിൽക്കുന്നു എന്നതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും പ്രദേശവാസികൾ ഇതിന് കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ പലരും പറഞ്ഞ് കേട്ടറിഞ്ഞ വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വാഹനം നിർത്തി ഫോട്ടോകളും വീഡിയോയും എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർ തന്നെ ഇത് ശ്രദ്ധിക്കുന്നത്. ഈ വൻവൃക്ഷം ഇപ്പോൾ പ്രസിദ്ധമായി കഴിഞ്ഞുവെന്ന് നാട്ടുകാരനും സമീപത്ത് ചായക്കട നടത്തുന്നയാളുമായ M. മൊയ്തീൻകുട്ടി പറയുന്നു. ഈ മരം നമ്മളെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇവിടെ ഉള്ളതാണ്. നമ്മൾ കാണുന്നുണ്ട്. അന്നും ഈ വലിപ്പം ഏകദേശം മരം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആർക്കും ഇതിൻ്റെ പ്രസക്തി അറിയില്ല. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ വരുന്ന ആളുകൾക്ക് ഭയങ്കര പ്രസക്തിയാണ് തോന്നുന്നത്. ടൂറിസ്റ്റുകൾ കണ്ടമാനം വന്ന് ഫോട്ടോ എടുക്കലും ജനങ്ങൾ കണ്ടമാനം വീഴ്ചയും കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പറയുന്നത് വളരെ കാഴ്ചയിൽ പറയുന്നത് ഒരു 5 മരം ഉണ്ട്. ഞങ്ങൾ ആർക്കും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല, നമുക്ക് അറിയില്ല. മരങ്ങൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിൻ്റെ ഇതുമേൽ ഇടലുണ്ട്, ഇത്തിക്കണ്ണിയുണ്ട്, പിന്നെ കോളിയുണ്ട്, ആലുണ്ട്. അങ്ങനെ 5 മരങ്ങൾ അതിൽ നിൽക്കുന്നത്. നമുക്കതിൽ പ്രസക്തിയായിട്ട് അറിയണമില്ല, ജനങ്ങൾക്ക് അറിയില്ല. വരുന്നവർക്ക് ഭയങ്കര പ്രസക്തിയാണ്. ചുളിക്കയിൽ ജനിച്ചു വളർന്ന 58-കാരനായ മൊയ്തീൻകുട്ടി ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഈ മരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു.
മരസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുകയാണിപ്പോൾ ഈ മരങ്ങളുടെ കൂട്ടുകുടുംബം. ഒപ്പം കൗതുക കാഴ്ചയും. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. വയനാടൻ കാടുകളിൽ തേൻകാലം. വൻമരങ്ങളിൽ നൂറുകണക്കിന് കൂടുകളാണ് തേനീച്ചക്കൂട്ടം ഒരുക്കിയിരിക്കുന്നത്. പാതയോരങ്ങളിലെ ഇത്തരം തേൻകൂടുകൾ കാണാൻ കാഴ്ചക്കാരും എത്തുന്നുണ്ട്. മാർച്ച് മാസത്തോടെ കൂടുകൾ ഒരുക്കുന്ന തേനീച്ചകൾ മെയ് ജൂൺ മാസത്തോടെ കൂട് വിട്ടുപോകും. എല്ലാ വർഷവും ഒരേ മരങ്ങളിൽ തന്നെയാണ് ഇവ കൂടൊരുക്കുന്നത്. തേനീച്ച കൂടുകൾ കൊണ്ട് നിറഞ്ഞ മരങ്ങൾ അതിമനോഹര കാഴ്ചയാണ്. ദേശീയപാത കടന്നുപോകുന്ന മുത്തങ്ങയിൽ പാതയോരത്ത് നിൽക്കുന്ന ഒറ്റ വൻമരത്തിൽ 60 കൂടുകളാണ് തേനീച്ചകൾ ഒരുക്കിയിരിക്കുന്നത്. ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് ഇത് ഒരു പുതിയ കാഴ്ചയാണ്. തേനീച്ചകൾ കൂട്ടമായി കൂടൊരുക്കുന്നത് ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് വരുമാനമാവുകയാണ്. ഇത് ശേഖരിച്ച് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന നിരവധി ആളുകൾ ജില്ലയിലുണ്ട്. മാർച്ചോട് കൂടെയാണ് വരുന്നത്. ജൂലൈ കൂടെ പോകും. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വന്ന് നോക്കി പോകുന്നുണ്ട്. വയനാട് വിഷൻ, ബത്തേരി. ക്ഷീരമേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഫാമേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിഷുദിനത്തിൽ ക്ഷീരകർഷകർ കുന്നമംഗലത്ത് മിൽമ മലബാർ യൂണിയൻ ഓഫീസിന് മുൻപിൽ പട്ടിണി സമരം നടത്തും. ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. കേരളത്തിലെ ക്ഷീരകർഷകർ വെള്ളപ്പൊക്കത്തിന് ശേഷം പുല്ലിന്റെ ദൗർലഭ്യവും കാലിത്തീറ്റ വിലവർദ്ധനവും കാരണം പ്രതിസന്ധിയിലാണ്. മിൽമ ഇൻഷുറൻസ് പദ്ധതി നിർത്തലാക്കിയതും തിരിച്ചടിയായി. മരുന്നുകൾക്കും വിലവർദ്ധനവുണ്ടായി. പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ സംവിധാനമില്ല. പാലിന് 40 രൂപ അടിസ്ഥാന വില നിശ്ചയിക്കണമെന്നും ലിറ്ററിന് 5 രൂപ വേനൽക്കാല ഉൽപാദക ബോണസായി അനുവദിക്കണമെന്നും അസോസിയേഷൻ. ക്ഷീരമേഖലയിലുള്ള വളരെ വലിയ പ്രതിസന്ധി ആയ ഈ സാഹചര്യത്തിൽ പോലും മിൽമയുടെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള സഹായ സഹകരണങ്ങളുമില്ല എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയൊരു പത്രസമ്മേളനത്തിനും ഈ ഒരു വിഷു ദിനത്തിലെ പട്ടിണി സമരത്തിനും വേണ്ടി നിർബന്ധരാക്കിയിരിക്കുന്നത്. ഇതൊരു സൂചന എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വരുന്ന 15-ാം തീയതി മിൽമയുടെ ഹെഡ് ഓഫീസിൽ വെച്ചൊരു പട്ടിണി സമരം നടത്തുകയും മലബാർ മേഖലയിലുള്ള ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 3 ലക്ഷം രൂപ വിലമതിക്കുന്ന 44 ഗ്രാം ഹെറോയിനുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. കോഴിക്കോട് ചക്കുംകടവിലെ സലീമാണ് അറസ്റ്റിലായത്. എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ബത്തേരി പൂതിക്കാട് വെച്ചാണ് ഇയാൾ പിടിയിലായത്. നിരവധി നർക്കോട്ടിക് കേസുകളിലെ പ്രതിയാണ് സലീം. വയനാട് എക്സൈസ് ഇന്റലിജൻസും ബത്തേരി എക്സൈസ് റേഞ്ച് പാർട്ടിയും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർമാരായ VR ജനാർദ്ദനൻ, MK സുനിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ VK മണികണ്ഠൻ, പ്രിവന്റീവ് ഓഫീസർമാരായ VR ബാബുരാജ്, G അനിൽകുമാർ, PS വിനീഷ് തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു. വയനാട് വിഷൻ, ബത്തേരി. കഞ്ചാവും ഹാഷിഷുമായി യുവാക്കളെ പിടികൂടി. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് മുത്തങ്ങയിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവും ഹാഷിഷുമായി കാസർഗോഡ് സ്വദേശികളെ പിടികൂടിയത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശികളായ റാഷിദ്, അഷ്കർ എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും 17 ഗ്രാം കഞ്ചാവും 3 ഗ്രാം ഹാഷിഷും കണ്ടെടുത്തു. ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്കുള്ളിൽ പ്ലാസ്റ്റിക് രാസവസ്തുക്കൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് പിടിക്കപ്പെട്ടാൽ 2000 രൂപ പിഴ ഈടാക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ്. ഇതര സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സുരേന്ദ്രകുമാർ ഉത്തരവിറക്കിയത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് വനത്തിനുള്ളിലും ഗ്രീൻ ഗ്രാസ് പദ്ധതിയുടെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഏപ്രിൽ 6 ആരംഭിച്ച ചെമ്പോത്തുറ ഗ്രാമോത്സവത്തിന്റെ സമാപന ദിവസമായ നാളെ 4000 പേർക്ക് സദ്യയും തുടർന്ന് സാംസ്കാരിക ഘോഷയാത്രയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് സമാപന സമ്മേളനത്തിൽ കേരള നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഗ്രാമോത്സവം സ്ഥിരം വേദിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. സാംസ്കാരിക നിലയത്തിന് T. സുബ്രഹ്മണ്യൻ സൗജന്യമായി നൽകിയ 5 സെന്റ് ഭൂമിയുടെ രേഖ കൈമാറ്റം CK ശശീന്ദ്രൻ MLA പഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദിന് നൽകി നിർവഹിക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 7 വ്യക്തികൾക്ക് വീട് നിർമ്മിച്ചു നൽകുവാനായി 30 സെന്റ് ഭൂമി നൽകിയ വത്സ ഈപ്പനെയും ഗാന്ധി പ്രതിമ നിർമ്മിച്ച ശില്പി ലക്ഷ്മണനെയും ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KG ജയപ്രകാശ്, PK സുധാകരൻ, PA ഷമീർ, അഡ്വക്കേറ്റ് AJ ആന്റണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കായികമായും കലാപരമായും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരു ഗ്രാമത്തെ ഒന്നാകെ ഉത്സവത്തിൽ ആറാടിക്കൊണ്ട് ഉള്ള ഒരു ഗ്രാമോത്സവം വളരെ കാലത്തെ ഒരുക്കങ്ങളോടുകൂടി നടത്തുകയാണ്. അതിൻ്റെ സമാപന ദിവസമാണ് ശനിയാഴ്ച, നാളെ. അപ്പം അതുകൊണ്ട് ആ പരിപാടിയുടെ ഒരു സ്ഥിരം വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ശ്രീരാമകൃഷ്ണൻ അവർകളാണ്.
താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളുടെ ഡയറക്ടറായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിലും ടീമും നയിക്കുന്ന അഭിഷേക് അഗ്നി ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ 13 മുതൽ 16 വരെ പഴൂർ സെന്റ് ആന്റണീസ് ദേവാലയാങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൺവെൻഷനിൽ പങ്കെടുത്ത അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. വയനാട്ടിലെ ഏതാണ്ട് 60-65 വർഷം പഴക്കമുള്ള സെന്റ് ആന്റണീസ് ചർച്ച് പഴൂർ, അവിടെ ഒരു ചരിത്ര സംഭവം തന്നെ നടക്കുകയാണ്. അതായത് അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ ലോകപ്രശസ്ത ധ്യാനഗുരുവായ സേവ്യർ ഖാൻ വട്ടായി അച്ഛൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ അഭിഷേകാഗ്നി കൺവെൻഷൻ നടത്തപ്പെടുക. ബത്തേരി പ്രദേശത്ത് ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ കൺവെൻഷൻ പ്രസംഗിക്കുന്നതിന് വേണ്ടി വരുന്നത്. ലോകത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇപ്രകാരം ബൈബിൾ കൺവെൻഷൻ നടത്തുകയും സുവിശേഷ പ്രഘോഷണം നടത്തുകയും ചെയ്യുന്ന ഒരു വൈദികനാണ്. അപ്രകാരം തന്നെ ലോകപ്രശസ്തമായിട്ടുള്ള ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം, സെഹിയോൻ ധ്യാനകേന്ദ്രം അട്ടപ്പാടിയിലെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗിനെതിരായ പരാമർശത്തിൽ മെയ് 23 ശേഷം അമിത് ഷാ മാപ്പ് പറയേണ്ടി വരുമെന്ന് ഉമ്മൻചാണ്ടി. ഇടതുപക്ഷം കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും ഉമ്മൻചാണ്ടി. കയ്യിൽ ഒന്നുമില്ലാതെ കളിക്കോപ്പുമായി രാഹുൽ ഗാന്ധി കളിക്കാനിറങ്ങിയിരിക്കുകയാണെന്ന് മന്ത്രി എം.എം. മണി. കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് കാനം. പിണറായിയുടെ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ചുരുങ്ങുമെന്ന് ബി.ജെ.പി. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാകാൻ ഞങ്ങളും ഒരുങ്ങി. വയനാട് വിഷൻ വോട്ടുവണ്ടി പ്രതികരണങ്ങൾ ആരാഞ്ഞ് ജനങ്ങൾക്കിടയിൽ. പുൽപ്പള്ളിയെ പ്രകമ്പനം കൊള്ളിച്ച് കിസാൻ മാർച്ച്. കിസാൻ മാർച്ചിലും കർഷക പാർലമെന്റിലും ആയിരങ്ങൾ. ബത്തേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഹെറോയിൻ പിടികൂടി. പിടിച്ചത് 3 ലക്ഷത്തിന്റെ മയക്കുമരുന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.